ഹായ് ഫ്രണ്ട്സ്, വ്ലോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്നേ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്നൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കണ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, നല്ല ടേസ്റ്റിയാണ്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് സബോളയാണ് കേട്ടോ. ഇനി സബോളയുടെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം കഴുകി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സബോളയൊക്കെ നല്ലോണം കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കനം കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടിയാണ് കേട്ടോ ചേർത്തത്. ഇതെല്ലാം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യണം. സബോളയൊക്കെ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഒന്ന് സോഫ്റ്റായിട്ട് വരണ വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ സബോളയിലേക്ക് ഞാൻ ആ പൊടികളൊക്കെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് വച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊരു 10-15 മിനിറ്റോളം നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സബോളയൊക്കെ ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായി അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോഴേക്കും നമുക്ക് മുട്ട വേവിക്കാൻ വെക്കാം. അപ്പോൾ മുട്ടയൊക്കെ വേവിച്ച് വെച്ചു. നമ്മുടെ സബോളയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. കടലമാവ് ചേർത്ത് നല്ലോണം വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കടലമാവും സവോളയൊക്കെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി നമുക്ക് മുട്ടയുടെ തൊണ്ടൊക്കെ കളഞ്ഞ് അത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മുട്ടേനെ ഞാൻ 4ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് സവോളയുടെ മിക്സ് കുറേശ്ശെയായിട്ട് എടുത്ത് കൈ കൊണ്ടൊന്ന് ഉരുട്ടി പതുക്കെ ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ നടുക്കായിട്ട് മുട്ടയുടെ ഒരു കഷ്ണം വച്ച് കൊടുത്ത് കുറച്ച് സവോളയുടെ മിക്സും കൂടി മുകളിൽ വച്ച് ഒന്നുകൂടി ഉരുട്ടിയെടുക്കാം. അങ്ങനെ എല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടപ്പത്ത് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഉരുട്ടി വച്ചേക്കണ മാവ് അതിലിട്ട് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ സബോളയും മുട്ടയും വെച്ചുണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് ആയിരുന്നു കേട്ടോ അത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആയിരുന്നു ഇത്. അപ്പോൾ ഇതുപോലെ മുട്ടയും സബോളയും വെച്ച് ഇങ്ങനെ ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെന്താ, എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ.